ഭൂതേ മഹദ്ഭിര്യ ഇമാ പുരോ വിഭു നിർമായശേതേ യദമൂഷു പൂരുഷ ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മക സോലം കൃഷിഷ്ട ഭഗവാൻ വചാംസി മേ. ഭാഗവതത്തെ അറിയാൻ ഈ ഭാഗവതത്തിൽ അലിയാൻ, ഭാഗവതത്തെ അറിയാൻ ശ്രീമദ് ഭാഗവതത്തിൽ അലിയാൻ. ലക്ഷ്യമതും മാത്രം ഹരിയിൽ ഭക്തിയുണർത്തും സംഗീതം ഹരിനാമലഹരി സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനു തുണ ചെയ്യൂ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനു തുണ ചെയ്യൂ. വീണയിൽ സംഗീത സാഗരം തീർക്കുന്ന വാണീദേവിയും കാക്കേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഹരേ ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. കണ്ഠം തന്നിൽ ഗാനം നിറയാൻ കണ്ണാ നീ താൻ തുണയേകൂ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ആദ്യത്തെ ഗുരുവായൂരന്റെ അച്ഛനുപാദ നമസ്കാരം. ആദ്യത്തെ ഗുരുവായൂരനുടെ അച്ഛനുപാദ നമസ്കാരം. അമ്മിഞ്ഞപ്പാൽ മധുരം നൽകിയ അമ്മേ നീ വരമേകേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ
കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ ശ്രീകൃഷ്ണാനിൻ കീർത്തനമലരുകൾ ശ്രീപാദത്തിൽ അർച്ചിക്കാം. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാം, ഭാഗവതത്തിൽ അലിയാം. ലക്ഷ്യമതൊന്നു മാത്രം ഹരിയിൽ ലഹരിയുണർത്തും സംഗീതം. ഭക്തിയുണർത്തും സാഫല്യം, ഭക്തിയുണർത്തും സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാം, ഭാഗവതത്തിൽ അലിയാം. ഭാഗവതത്തിൽ അലിയാം. പീലിപ്പുരി കുഴലഴകൊടു കെട്ടി കോലക്കുഴലതിഭംഗിയിലൂതി ചേലിൽ ചില്ലികൾ കുനുകുനയാട്ടി കാലിക്കൂട്ടം കനിവിനോടാട്ടി. ആരുണ്യമെഴും കൺമീൻ വെട്ടി കാരുണ്യാമൃതമോളം വെട്ടി ലാവണ്യത്തിൽ മുഖാബ്ജമൊലുമ്പി താരുണ്യത്തിൻ വപുസ്സു തുളുമ്പി. തിരുനെറ്റിയിൽ നൽഗോപി തിളങ്ങി തിരുമാർത്തട്ടിൽ പത്മ പളുങ്ങി അളകമിരുണ്ടു ചുരുണ്ടു മടങ്ങി കളവണ്ടുകളടി കൊണ്ടു മടങ്ങി. തളകൾ കിലുങ്കിലുമെന്നു കിലുക്കി തളിരടി വെപ്പാലുലകു കുലുക്കി മഞ്ചാടിക്കുരു കാതിൽ തൂക്കി കണ്ണാടി കവിളൊന്നു വിളക്കി. മഞ്ചീരം ചെറുകാലികൾ നക്കി ശൃംഗാരം വദനത്തിലൊഴുക്കി നഗരത്തിനു ശശികപ്പം നൽകി. നഗരത്തിനു ശശികപ്പം നൽകി സുഖസിന്ധുവിലടി കപ്പലിറക്കി. കാഞ്ചികളരയിൽ കൊഞ്ചി തന്നാദത്തിനു ഹംസികൾ കെഞ്ചി അതസീകാന്തികൾ ചുറ്റും ചിന്തി തുളസി പരിമളമെങ്ങും ചിന്നി. ശ്രമജലമുത്തുകൾ കവിളിൽ പൊട്ടി ശമനാനുജതൻ കാറ്റവ തട്ടി പരമാനന്ദം രാധക്കേകി സരസാഭാംഗം പകരം വാങ്ങി. വിസ്മിത
സ്മിതരാം സുരർ പൂമഴ വിതറി സുസ്മിതമവരിൽ കൃപയൊടു തൂകി ശങ്കരി മുകളിൽ സംഗതി പാടി ഢങ്കൃതി കൊണ്ടളി ശിങ്കിടി പാടി. കാവടി പോലുടൽ കലി പൂണ്ടാടി ചേവടി തൻ പൊടി ദുർജടി തേടി ആൺമയിൽ മുകിലൊളിമൈ കണ്ടാടി ഷൺമുഖനിളകി കിളി കൊണ്ടാടി. ഹാസജ്യോത്സ്നയിലുലകാറാടി ശ്വാസത്തെന്നലിൽ മാർച്ചാഞ്ചാടി പൊന്നുടൽ കാണികൾ വർണ്ണിച്ചോതി കണ്ണിനു നന്ദവിലാസിനിയൂതി. കൊച്ചുപുളിന്തികൾ ചുറ്റിപ്പറ്റി സ്വച്ഛകളിന്തജമാർഗം തെറ്റി തളിരടി വിധിമുടി താവളമാക്കി തളഹരിരതി ജയ കാഹളമൂതി. പുതിയൊരു രാഗം കുഴലിൽ മുഴങ്ങി ശ്രുതിയതു തിരിയാഞ്ഞാർത്തു കുഴങ്ങി ഹരിണികളാനന്ദാശ്രുവിൽ മുങ്ങി പരചിദ്ദർശനമിത്തിരി മങ്ങി. യോഗികൾ യോഗത്തുകിലിൽ മയങ്ങി ഗോപികൾ കിഴിയും തുകിലുകൾ താങ്ങി ഭുക്തി വിമുക്തികൾ വന്നു വണങ്ങി ഭക്തിയെ വീക്ഷിച്ചകലയൊതുങ്ങി. തിങ്ങിന കാലികൾ മുന്നിൽ തുള്ളി പൊങ്ങിന ധൂളികൾ പിന്നിൽ തെള്ളി ഇങ്ങനെ മൃതികാലത്തെഴുന്നള്ളി താങ്ങണമടിയെന്നൊരു പിടിവള്ളി. ഇങ്ങനെ മൃതികാലത്തെഴുന്നള്ളി താങ്ങണമടിയനെ ഒരു പിടിവള്ളി. ഹരി ഗോവിന്ദ ഹരി ഗോപാല ഹരി ഗോവിന്ദ ഹരി ഗോപാല ഹരി ഗോവിന്ദ ഹരി ഗോപാല ഹരി ഗോവിന്ദ ഹരി ഗോപാല. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ശ്രീമദ് ഭാഗവതം അറിയാനലിയാൻ എന്ന അക്ഷരപൂജയിൽ ഇന്ന് 950 ദിവസത്തിലേക്ക് എത്തുമ്പോൾ ശ്രീമദ് ഭാഗവതം 12 സ്കന്ധത്തിലെ 8 അധ്യായത്തിൽ മാർക്കണ്ഡേയൻ്റെ നരനാരായണ സ്തുതിയോടുകൂടിയാണ് നമ്മൾ ആരംഭിക്കുന്നത്. നേരത്തെ നമുക്കെന്നും പിടിവള്ളിയായ ആ പൊന്നുഗുരുവായൂരപ്പനെക്കുറിച്ച് സാക്ഷാൽ കാവ്യകൗസ്തുഭ മോട്ടൂർ ഉണ്ണി നമ്പൂതിരിപ്പാട് രചിച്ച
പിടിവള്ളി എന്ന കീർത്തനം ഇവിടെ ചൊല്ലി സമർപ്പിച്ചു. മാർക്കണ്ഡേയൻ്റെ മുമ്പിൽ നരനാരായണന്മാർ പ്രത്യക്ഷപ്പെട്ടു. ആ പാദാരവിന്ദങ്ങളിൽ വീണ് നമസ്കരിച്ച് സുഖമാസനമാസീനോ പ്രസാദാഭിമുഖൗ മുനി പുനരാനമ്യ പാദാഭ്യാം ഗരിഷ്ഠാവിധമബ്രവീൽ എന്നാണ്. അവിടെ നമസ്കരിച്ചും കൊണ്ട്, പാദങ്ങളിൽ വീണ് നമസ്കരിച്ചും കൊണ്ട് മാർക്കണ്ഡേയൻ്റെ സ്തുതി. 10 ശ്ലോകങ്ങളാണ് ഇതിലുള്ളത്. അതിൽ ആദ്യത്തെ ചില ശ്ലോകങ്ങൾ നമുക്ക് ഇന്ന് അനുസ്മരിക്കാം. മാർക്കണ്ഡേയ മഹർഷി പറയുകയാണ്: കിം വർണ്ണയേ തവ വിഭോ യദുദീരിതോസു സംസ്പന്ദതേ തമനുവാങ്മന ഇന്ദ്രിയാണി സ്പന്ദന്തി വൈ തനുഭൃതാമജ ശർവയോശ്ച സ്വസ്യാപ്യധാപി ഭജതാമസി ഭാവബന്ധു. വിഭോ, സർവവ്യാപിയായിരിക്കുന്ന ഭഗവാനെ, തവ കിം വർണ്ണയേ, ഞാൻ എങ്ങനെയാണ് അങ്ങയെ വർണ്ണിക്കുക? യദുദീരിതഃ അസു, യാതൊരുവനാൽ പ്രേരിപ്പിക്കപ്പെട്ട പ്രാണൻ സംസ്പന്ദതെ പ്രവർത്തിക്കുന്നു. തം അനു, അതിനെ അനുസരിച്ചിട്ട് തനുഭൃതാം ദേഹികളുടെയും അതേപോലെ അജശർവയോച ബ്രഹ്മാവ് മഹാദേവൻ പരമേശ്വരൻ ഇവരുടെയും സ്വസ്യാപി എൻ്റെയും വാങ്മന ഇന്ദ്രിയാണി വാക്ക് മനസ്സ് ഇന്ദ്രിയങ്ങൾ ഇവയും സ്പന്ദന്തി ചലിക്കുന്നു. അഥാപി എങ്കിലും ഭജതാം ഭാവബന്ധു അസി, ഭജിക്കുന്നവരുടെ ആത്മബന്ധുവാണ് അവിടുന്ന്. അന്തര്യാമിയായിരിക്കുന്ന ഭഗവാനെ അവിടുന്ന് തന്നെയാണ് ഇന്ദ്രിയാദികളെ പ്രവർത്തിപ്പിക്കുന്നത്. ധ്രുവൻ ഭഗവാന്റെ മുമ്പിൽ നമസ്കരിച്ചും കൊണ്ട് പ്രാർത്ഥിച്ചില്ലേ, അല്ലെങ്കിൽ പറഞ്ഞില്ലേ? യോന്തപ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യ അഖിലശക്തിധരസ്വധാംന. അപ്പം അങ്ങനെ എല്ലാവരുടെ ഉള്ളിലും അവിടുന്ന് തന്നെയാണ്. ഭഗവത് സ്തുതി ചെയ്യാൻ തനിക്ക് സ്വാതന്ത്ര്യമില്ല. താൻ സ്തുതിക്കണമെങ്കിൽ അതും ഭഗവാന്റെ അനുഗ്രഹമാണ്. തന്നെയുമല്ല, അവിടുത്തെ വൈഭവത്തെ എങ്ങനെയാണ് എനിക്ക് വർണ്ണിക്കാൻ സാധിക്കുക? വർണ്ണനാതീതനാണ് അവിടുന്ന്. അതിന് ഞാൻ ശക്തനല്ല. സർവാന്തര്യാമിയായിരിക്കുന്ന അവിടുത്തെ പ്രേരണ കൊണ്ട് മാത്രമാണ് പ്രാണൻ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നത്. ആ പ്രാണനെ അനുസരിച്ച് സകല ശരീരികളുടെയും, അത് സാധാരണ മനുഷ്യരുടെ മാത്രമല്ല, ബ്രഹ്മരുദ്രാദികളുടെ പോലും വാക്ക് മനസ്സ് ഇന്ദ്രിയങ്ങൾ ഇവയൊക്കെ ആ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം അവിടുന്നാണ്. ശ്രോത്രസ്യ ശ്രോത്രം ചക്ഷുഷശ്ചക്ഷു മനസ്സോ മന. ശ്രോത്രത്തിനും ശ്രോത്രം, നേത്രത്തിനും നേത്രം, മനസ്സിനും മനസ്സ്. അപ്പോ ഞാൻ അങ്ങയെ സ്തുതിക്കാൻ ശക്തനല്ല ഭഗവാനെ. എങ്കിലും അങ്ങ് പ്രവർത്തിപ്പിക്കുന്ന ഒരു പാവ എന്നതുപോലെ അങ്ങാണെല്ലാം ചെയ്യുന്നത്. ഞാൻ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എന്നിൽ നിന്ന് ശബ്ദമായും എൻ്റെ ചിന്തകളായും മാറുന്നത് മുഴുവൻ അവിടുന്നാണ്. അങ്ങയാൽ പ്രവർത്തിക്കപ്പെടുന്ന ഒരു പാവ എന്നതുപോലെ വാഗാദികളാകുന്ന ഇന്ദ്രിയങ്ങളെ കൊണ്ട് അവിടുത്തെ പരമപ്രേമത്തോടുകൂടി ഭജിക്കുന്നവരാരായാലും അവർക്ക് അവിടുന്ന് ഭജതാം, ഭജിക്കുന്നവരുടെ ഭാവബന്ധു അസി, ആത്മബന്ധുവാണ്, ഭാവബന്ധുവാണ് അവിടുന്ന്. അപ്പോൾ ലോകത്തിൽ മാതാപിതാക്കന്മാര്, ബന്ധുജനങ്ങള്, ഇതേപോലെ അവിടുന്ന് ശരീരത്തെ മാത്രം രക്ഷിക്കുന്ന ഒരു ബന്ധുവല്ല. അവരൊക്കെ ശരീരത്തെ ചിലപ്പോൾ രക്ഷിച്ചു എന്ന് വരും. എന്നാൽ ആത്മാവിനെ രക്ഷിക്കുന്ന, സംസാര സമുദ്രത്തിൽ മുങ്ങിക്കൊണ്ടിരിക്കുന്ന ആത്മാവിനെ സമുദ്ധരിക്കുന്ന, ഉയർത്തിക്കൊണ്ടുവരുന്ന പരമബന്ധുവാണ്, ആത്മബന്ധുവാണ്. അവിടുത്തെ കാരുണ്യം എത്ര വലുതാണെന്ന് പറഞ്ഞാൽ തീരില്ല ഭഗവാനെ. മൂർത്തി ഇമേ ഭഗവതോ ഭഗവം സ്ത്രിലോക്യ ക്ഷേമായ താപവിരമായ ച മൃത്യുജിത്യൈ നാനാബിഭർഷ്യവിതുമന്യതനുർയഥേദം സൃഷ്ട്വാ പുനർഗ്രസസി സർവമിവോർണനാഭി. ഭഗവാനെ,
ഐശ്വര്യപരിപൂർണനാണ് അവിടുന്ന്. ഭഗങ്ങളെല്ലാം ചേർന്നവനാണ്, വീര്യം, യശസ് തുടങ്ങിയ. അപ്പോ ഭഗവതഃ ഇമേ മൂർത്തി, അവിടുത്തെ ഈ രണ്ട് രൂപങ്ങൾ നരനാരായണന്മാരായിട്ടാണല്ലോ പ്രത്യക്ഷപ്പെട്ടേക്കുന്നത്. ഈ രണ്ട് രൂപങ്ങൾ ത്രിലോക്യാക്ഷേമായ, ത്രിലോകിയുടെ മൂന്ന് ലോകങ്ങളുടെയും ക്ഷേമത്തിനും താപവിരമായ ദുഃഖങ്ങളില്ലാതെയാവാനും വേണ്ടി മൃത്യുജിത്യയിച്ച മരണത്തെ ജയിക്കാനായിക്കൊണ്ടുമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇതം ഈ ലോകത്തെ അവിതും അവനം ചെയ്യാനായി നാനാ അന്യതനൂഹു പലതരത്തിലുള്ള അന്യരൂപങ്ങളെ യഥാബിഭർഷി ഭരിക്കുന്നത് പോലെ ഇതം സൃഷ്ടുവ ഇതിനെ സൃഷ്ടിച്ചിട്ട് ഊർണനാഭി ഇവ എട്ടുകാലി എന്നതുപോലെ പുനർഗ്രസസി വീണ്ടും ഗ്രസിക്കുന്നു. അപ്പോ ധർമ്മപുത്രന്മാരായ ഞങ്ങൾ പ്രാണാദികളെ പ്രേരിപ്പിക്കുന്ന അന്തര്യാമിയാകുന്നത് എങ്ങനെ എന്നാണെങ്കിൽ അവിടെ ധർമ്മൻ്റെയും മൂർത്തിയുടെയും ആ പുത്രന്മാരാണ് നരനാരായണന്മാർ. അപ്പോൾ ഇവിടെ പറയുകയാണ് അങ്ങയുടെ ഈ രണ്ട് രൂപങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ്? ലോകത്തിൻ്റെ സുഖത്തിന്, ലോകത്തിൻ്റെ ക്ഷേമത്തിന് വേണ്ടിയിട്ടാണ്. ആധ്യാത്മികം, ആധിഭൗതികം, ആധിദൈവികം എന്നിങ്ങനെയുള്ള മൂന്ന് തരത്തിലുള്ള ആ താപത്രയങ്ങളെയും ഇല്ലാതാക്കാൻ, മോക്ഷത്തെ പോലും സാധിപ്പിക്കുന്നതിനുള്ള അവതാര സ്വരൂപങ്ങളാണ്. സത്യത്തിൽ അവിടുന്ന് അജനാണ്, അവിടുന്ന് ജന്മമില്ലാത്തവനാണ്, ആരുടെയും പുത്രനല്ല. മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം, വാമനൻ, പരശുരാമൻ ഇങ്ങനെയുള്ള നിരവധിയായിരിക്കുന്ന അവതാരമൂർത്തികളെ സ്വേച്ഛയാ സ്വീകരിച്ചതുപോലെ അവിടുത്തെ ഇച്ഛയാണ്, അല്ലാതെ മറ്റൊരാളിൽ നിന്നുണ്ടാവുകയല്ല, അവിടുത്തേതിൽ നിന്ന് തന്നെ ഈ അവതാരങ്ങൾ ഉണ്ടാവുന്നു. അതേപോലെ ഈ അവതാരത്തെയും അവിടുന്ന് സ്വീകരിച്ചിരിക്കുന്നു. ലോകരക്ഷ, ഈ കാണപ്പെടുന്ന സകലതിനെയും അവിടുന്ന് സൃഷ്ടിച്ചു, സംഹരിക്കുന്നു, എല്ലാം അവിടുന്ന് തന്നെ. ഏതുപോലെ? ഊർണനാഭി ഇവ എട്ടുകാലി എന്നതുപോലെ. ഏകാദശ സ്കന്ധത്തിൽ ഭഗവത് ഉദ്ധവ സംവാദത്തിൽ ഉദ്ധവന് ഭഗവാൻ ദത്താത്രേയൻ എന്ന അവധൂതൻ പറയുന്ന 24 ഗുരുനാഥന്മാരെ പറഞ്ഞു കൊടുക്കുമ്പോൾ അതിൽ ഊർണനാഭി എട്ടുകാലിയെക്കുറിച്ച് പറയുന്നുണ്ട്. അതിനുശേഷമാണ് വേട്ടാളൻ എന്ന മറ്റൊരു ഗുരുനാഥനെ കുറിച്ച് പറയണത്. അപ്പോൾ ഈ എട്ടുകാലിയുടെ പ്രത്യേകത എന്താ? തൻ്റെ ഉള്ളിൽ നിന്നും ഒരു നൂല് ഉണ്ടാക്കണു, തൻ്റെ ഉള്ളിലുള്ള പശ ഉപയോഗിച്ചൊരു നൂലുണ്ടാക്കണു, ആ നൂല് കൊണ്ട് വലയുണ്ടാക്കണു, എന്നിട്ട് ഒടുവിൽ ആ വലയെ തന്നെ, ആ നൂലിനെ തന്നെ തന്നിലേക്ക് തന്നെ ചേർക്കണു. ഇതേപോലെ അവിടുന്നും ലോകത്തെ സൃഷ്ടിക്കണു, അന്തര്യാമി രൂപേണ അതിലിരിക്കണു. അവസാനം എന്തിൽ നിന്നാണോ തന്നിൽ നിന്ന് സൃഷ്ടിച്ചതിനെ തന്നിലേക്ക് തന്നെ ലയിപ്പിക്കുകയും ചെയ്യും. അപ്പം അതുകൊണ്ട് അവിടുന്ന് ഭഗവാനാണ്, അവിടുന്ന് സർവേശ്വരനാണ്. തസ്യാവിതു സ്ഥിരചരേഷിതുരഘ്രിമൂലം യൽസ്ഥം ന കർമ്മഗുണകാലരജസ്പൃശന്തി യദ്വൈ സ്തുവന്തി നിനമന്തി യജന്ത്യഭീക്ഷ്ണം ധ്യായന്തി വേദഹൃദയാമുനയസ്തദാപ്ത്യൈ. അവിതുഹു രക്ഷിതാവായും സ്ഥിരചരേഷിതു സ്ഥാവരജംഗമങ്ങളുടെ നിയന്താവായുമിരിക്കുന്ന തസ്യ തവ ആ അങ്ങയുടെ, ഈ ലോകത്തെ മുഴുവൻ സൃഷ്ടിക്കുകയും സംരക്ഷിക്കുകയും സംഹരിക്കുകയും ചെയ്യുന്ന സൃജതി അവതി അത്തി അങ്ങനെയുള്ള അങ്ങയുടെ അഘ്രിമൂലം അഹം ഭജാമി, ആ പാദമൂലങ്ങളെ ഞാൻ ഭജിക്കുന്നു. യൽസ്ഥം യാതൊന്നിലിരിക്കുന്നവനെ കർമ്മഗുണകാലരജഹ കർമ്മഗുണകാലങ്ങൾ നിമിത്തമുണ്ടാകുന്ന രജസ് മാലിന്യം ന സ്പൃശന്തി സ്പർശിക്കുന്നില്ല. വേദഹൃദയാഹ മുനയഹ വേദങ്ങളെ ഹൃദയത്തിൽ ധരിച്ച മുനികൾ യത് വൈ സ്തുവന്തി ഏതൊന്നിനെയാണോ സ്തുതിക്കുന്നത്, നിനമന്തി നിതരാം നമിക്കുന്നത്, യജന്തി യജിക്കുന്നത്, തദാപ്തൈ അതിൻ്റെ പ്രാപ്തിക്കായി അഭീക്ഷണം ധ്യായന്തി നിരന്തരം ധ്യാനിക്കുകയും ചെയ്യും. അപ്പം സർവലോക പരിപാലകനാണ് അവിടുന്ന്.
സ്ഥാവരജംഗമങ്ങളുടെ മുഴുവൻ നിയന്താവാണ് അവിടുന്ന്. ഞാൻ അവിടുത്തെ പാദാരവിന്ദങ്ങളെ ആശ്രയിക്കണു, ഞാൻ ഭജിക്കണു. അതുകൊണ്ട് എന്താണ് ഗുണം എന്നാണെങ്കിൽ, ആ പാദമൂലത്തെ ഭജിക്കുന്നവൻ മറ്റൊന്നും ആഗ്രഹിക്കുന്നില്ല. അവൻ്റെ വാസസ്ഥാനം ആ പാദപത്മമായി മാറുന്നു. അങ്ങനെ അതിലിരിക്കുന്നവനെ കർമ്മങ്ങൾ, ഗുണങ്ങൾ, കാലം ഇതൊന്നും സ്പർശിക്കുകയില്ല. അതിൻ്റെ ദോഷങ്ങൾ ഇങ്ങനെയുള്ള ഭഗവാന്റെ പാദമൂലങ്ങളെ ആശ്രയിക്കുന്നവരെ ഒരിക്കലും സ്പർശിക്കുക പോലുമില്ല എന്നാണ്. അപ്പം ആധ്യാത്മികാദി പൂർവോക്തമായിരിക്കുന്ന നേരത്തെ പറഞ്ഞ താപത്രയങ്ങൾ ഒന്നും സ്പർശിക്കില്ല. അങ്ങയുടെ ആജ്ഞകളാണ് വേദങ്ങൾ. വേദം സാക്ഷാൽ നാരായണൻ തന്നെയാണ് അല്ലേ? അജാമിളമോക്ഷത്തിൽ യമഭടന്മാർ പറയുന്നുണ്ട്, വേദോ നാരായണ സാക്ഷാൽ നാം. അപ്പോൾ അങ്ങയുടെ ആജ്ഞകളായ വേദങ്ങളുടെ സാരത്തെ ഹൃദയത്തിൽ ധരിച്ച ഋഷീശ്വരന്മാരുണ്ട്. അവര് ആ പാദകമലത്തിൽ സായുജ്യം ആഗ്രഹിച്ചുകൊണ്ട്, അതുമായി ചേരണം എന്നാഗ്രഹിച്ചുകൊണ്ട് അതിനെ തന്നെ സ്തുതിക്കുന്നു. സ്തുവന്തി നിനമന്തി, നിരന്തരം നമിക്കുന്നു. യജന്തി, അതിനെ യജിക്കുന്നു, അതിനെ ആരാധിക്കുന്നു, അതിനെ നമസ്കരിക്കുന്നു, അതിനെ ധ്യാനിക്കുന്നു. അപ്പോ ഇത്തരത്തിൽ കർമ്മഗുണകാലാദികൾ കൊണ്ടുണ്ടാകുന്ന മാലിന്യം സ്പർശിക്കില്ല. അതുകൊണ്ടാണ് കർമ്മഗുണ കാലരജ എന്ന് പറഞ്ഞത്. ഇതിനൊരു പാഠാന്തരം പറയാറുള്ളത് കർമ്മ ഗുണകാല രുച. രുച എന്ന് പറഞ്ഞാൽ അതുകൊണ്ടുള്ള നാശം. അപ്പം കർമ്മഗുണകാലാദികൾ കൊണ്ടുണ്ടാകുന്ന നാശവും ഇങ്ങനെയുള്ള ആളുകളെ ബാധിക്കില്ല. അതുകൊണ്ട് ഞാൻ അവിടുത്തെ അഹം ഭജാമി, അവിടുത്തെ ഭജിക്കുന്നു, അവിടുത്തെ അംഘ്രിമൂലത്തെ, ആ പാദമൂലങ്ങളെ ഭജിക്കണു ഭഗവാനെ എന്ന ആ 3 ശ്ലോകങ്ങളോടുകൂടി നമ്മൾ ഇന്ന് ഭഗവത് പാദങ്ങളിൽ സമർപ്പിക്കുകയാണ്. 43-ാമത്തെ ശ്ലോകം മുതൽ നമുക്ക് നാളെ അനുസ്മരിക്കാം. ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരി ഓം. ഞങ്ങൾ ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരതിയുണ്ടാവാൻ ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ശ്രീമദ്ഭാഗവതം പുണ്യം പാവനമാം ഗ്രന്ഥം ശ്രീശുകമാമുനി പാടിയ ഗീതം നൽകുന്നു മുക്തി. സതതം നൽകിയിടും ഭക്തി. പാപികളെന്നാലും നിത്യം രക്ഷിക്കും ഗ്രന്ഥം. പരമാനന്ദ സുധാരസമയമി ഹരിലീലാസാരം. നിത്യം വേദത്തിൻ സാരം. വൈരാഗ്യം, ജ്ഞാനം, ഭക്തി എന്നിവ നൽകിയിടും. വൈകല്യങ്ങൾ തീർത്തിടുന്നൊരു സുന്ദരമാം ഗീതം. നിത്യം നൽകും കൈവല്യം. കലിമലമഥനി പാപവിനാശിനി സതതം സേവയ ചെയ്യുന്നോർക്കോ സുഖകാരിണി ഗ്രന്ഥം. നിത്യം നൽകും സായുജ്യം. ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരതിയുണ്ടാവാൻ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരതിയുണ്ടാവാൻ ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു.
ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങൾ ആരതിയൊഴിയുന്നു. കണ്ണ ആരാധിക്കുന്നു. രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. മീനായി മണ്ണിൽ പിറന്നൊരു ദേവ ശരണം മേ തവ ചരണയുഗം. കച്ഛപരൂപമെടുത്തൊരു ദേവ ശരണം മേ തവ ചരണയുഗം. സൂകരഭാവമണിഞ്ഞൊരു ദേവ ശരണം മേ തവ ചരണയുഗം. നരഹരി രൂപമെടുത്തൊരു നാഥ ശരണം മേ തവ ചരണയുഗം. വാമനനായി വിളങ്ങിയ ദേവ ശരണം മേ തവ ചരണയുഗം. ഭാർഗവരാമനതായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ദശരഥനന്ദനായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ബലമേറുന്നൊരു രാമനാഥ ശരണം മേ തവ ചരണയുഗം. ദേവകി നന്ദന വസുദേവാത്മജ ശരണം മേ തവ ചരണയുഗം. യശോദതനയാ സുന്ദര രൂപ ശരണം മേ തവ ചരണയുഗം. ദ്വാരകവാസാരുക്മിണികാന്ത ശരണം മേ തവ ചരണയുഗം. കലികാലത്തിൽ കൽക്കിയും നീയേ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. ചോറ്റാനിക്കര വാഴും ദേവി ശരണം മേ തവ ചരണയുഗം. സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം. ഹരിഹരപുത്ര ആശ്രിതമിത്ര ശരണം മേ തവ ചരണയുഗം. സദ്ഗുരുനാഥ ഗുണപരിപൂർണ ശരണം മേ തവ ചരണയുഗം. മൂഷികവാഹന മോദകഹസ്ത ശരണം മേ തവ ചരണയുഗം. ഭക്തജനപ്രിയ ഭാഗവത പ്രിയ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം. ഗുരുപവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽപൂജിതം മയാ ദേവ പരിപൂർണം തദസ്തു തേ. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു.
ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാം സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.